സ്റ്റേജിന് ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണ് ഞാൻ അതിന്റെ ഉള്ളിൽ വിചാരം. അതാണ് കിബിറ്. നേരെ മറിച്ച് അവിടെ നിന്നിട്ട് നീ വിചാരിക്ക, ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ മജ്‌ലിസിന്റെ ലാസ്റ്റിൽ ഇരിക്കേണ്ടവനാണ് ഞാൻ എന്ന് വിചാരിക്കലാണോ തവാള്? ഇബ്നുത്തായില്ലാഹി സിക്കന്ദരിയുടെ നമ്മളെ ഹിക്കം എന്ന ഗ്രന്ഥം ഞാൻ ദർശനമല്ലോ, അതിന് മൂപ്പര് പറഞ്ഞു അവളല്ല. പിന്നെ ഈ കണ്ടോണ്ടിരുത്താ ഞാൻ ഇവിടെ ഇരിക്കണ്ടോന്നല്ലാന്ന് വിചാരിക്കാൻ. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാ വിധത്തിലും കാക്കട്ടെ, അങ്ങനത്തെ ഒന്നും വരാതെ കണ്ടിരിക്കട്ടെ. ഈ സദസ്സിനെ പറ്റി പറയാനുള്ളത്, ഇത് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗതോപ്പുകളിൽ നിന്നൊരു തോപ്പ് ഇത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അങ്ങനത്തെ ഈ സദസ്സിൽ വെച്ച് ഞാനൊരു ഉപദേശിക്കാൻ പറ്റിയൊന്നുമല്ല. പിന്നെ ഇവിടുത്തെ ഒരു വർക്കത്തെടുക്കൽ ഇരിക്കും വേണമല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ വന്നേ ഉള്ളൂ. ഇതെന്തെല്ലാം ആള് ഖലീൽ ബുഖാരി തങ്ങളാ, നമ്മളെ കുട്ടി തന്നെ. അതുകൊണ്ട് അവരേൽപ്പിക്കുകയാണ് എല്ലാ കാര്യം. ഞാൻ എല്ലാവരും അറിഞ്ഞോലും അറിയാത്തവരും ഇപ്പോൾ ഈ മജ്‌ലിസ് ഈ നിമിഷം മുഴുവനും ഓരോന്നും നമ്മൾ വളരെ ചിന്തിച്ച് അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനോട് അങ്ങേയറ്റം താഴ്മ ചെയ്യുകയും, നിങ്ങളെല്ലാം ഈ ഇരിക്കുന്നവരൊക്കെ വിചാരിക്കും ഈ സ്റ്റേജിലുള്ള ആളുകളാണ് ഏറ്റവും ഉയർന്ന ആളുകൾ. വല്ലാഹി വല്ലാഹി ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചു പോകണ്ട. ഈ സ്റ്റേജിന്റെ താഴത്തിരിക്കുന്നവരിൽ എത്രയോ നമ്മളെക്കാൾ ഉയർന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ടാകും. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാവരും ഈ ഇതിലെ ഈ മജ്‌ലിസാണ് പ്രധാനം. മജ്‌ലിസ് സയ്യിദുൽ വുജൂദ്, വുജൂദിന്റെ സയ്യിദ്. ലോകത്ത് എന്തെല്ലാം ഉണ്ടാവണോ അത് ഉണ്ടാക്കുന്നവൻ റബ്ബാണ്. ആ റബ്ബിന്റെ ഏറ്റവും മഹബൂബും മഅ്ശൂഖുമായ അല്ലാഹുവിന്റെ റസൂൽ, അവരെ മജ്‌ലിസാണിത്, നമ്മളാരും മജ്‌ലിസല്ല. ഈ സലാത്ത് കൊണ്ടല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. അള്ളാന്റെ മേൽ റസൂൽ എന്തായാലും സലാം ചെല്ലിഞ്ഞ തങ്ങളായിട്ട് ഒഴിവാക്കി അള്ളാന്റെ വലിയ മുഖറബായൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. അട്ടത്താൻ കഴിയും. നബിയുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, മുഹമ്മദ് റസൂൽ എന്തിനാ? അങ്ങനെയല്ല ദീന്. ദീന് രണ്ടിനാദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കരിമത്തും അതാണ്. അതാണ് നമ്മളുടെ അടയാളം. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെന്ന് വേണ്ട, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും എന്നും വേണ്ട, അതിന് അപ്പുറമുള്ള എല്ലാ ജീവജാലങ്ങളും ജിന്നുകളും മലക്കുകളും എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചു കൊള്ളണം. അതിന് ആരെങ്കിലും പിന്മാറിയാൽ അവനിക്ക് രക്ഷ കിട്ടുകയില്ല. അത്രത്തോളമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം. അപ്പോൾ ആ റസൂലിന്റെ മജ്‌ലിസാണ്. അത് നിലനിർത്താൻ എല്ലാ കാലത്തും അതുണ്ടാവും, ഏത് സ്ഥലത്തും ഉണ്ടാവും. നമ്മളിലേക്ക് മാത്രമെന്നല്ല, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ആ മഹാന്മാരെ മജ്‌ലിസിൽ ഒന്ന് പോയി ഇരുന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അല്ലാഹു ഇതെല്ലാം പൊരുത്തത്തിലാക്കി തരട്ടെ. അതാ വേണ്ടത്. നിങ്ങൾക്കും നമ്മക്കും ഒക്കെ അല്ല വേണം പറയേണ്ടത്. അള്ളാന്റെ മഹാന്മാർ രണ്ട് സലാത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അധിക ആളുകളെയും കേസെന്താ? കടം കൊണ്ട് വലഞ്ഞു പോയിന്ന്. ആ കടം കുടുങ്ങിപ്പോയാൽ വലിയ അപകടം. പിന്നെ അത് തൂങ്ങിച്ചാൽ അതെല്ലാം മരിക്കൊരാള്. മനുഷ്യനെ കൊല്ലാൻ പാടുണ്ടോ? ഒരാളെ കൊന്ന കുറ്റാമോ സന്നദ്ധം മരിക്കരുത് കേട്ടോ, അത് പറ്റൂല. അത് പിന്നെ എന്ത് വേണോ? ആ കടത്തിന് അല്ലാഹു നമുക്ക് വിട്ടു തരട്ടെ. അതിനുള്ള സലാത്തുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക
വയലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. കുറഞ്ഞ ലഫ്ള. ഈ സലാത്ത് ഒരു ദിവസം തോനെ കടണ്ടെങ്കിൽ 360 കിരിക്കും. ആക്മത്ത് നന്നായി എല്ലാവരും പറയാൻ ആക്മത്താണ് വേറെ. ഞാനും പറയണ നിങ്ങളും ഒക്കെ വേണ്ടേ. ഒടുമാനം നന്നായില്ല വല്ല കാര്യമുണ്ട് അവിടെ. ആയിരം സലാത്ത്. അതിന് പേര് ദഖീറത്തുൽ ഖൈർ എന്നാണ്. ഖൈറിന്റെ സൂക്ഷിപ്പ് തൊട്ട്